വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ഉള്ളവരൊക്കെ ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. അപ്പോൾ ഒരു 3 വർഷത്തിൻ്റെ മേലായിട്ടാണ് നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ വെച്ചിട്ട് പ്ലാനിങ് തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷെ ഇതുവരെയായിട്ടും സംഭവം നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ നടക്കാൻ വേണ്ടി പോവാണ്. സ്വപ്നം പോരായിട്ട് സത്യം പറഞ്ഞാൽ. കാരണം ഒരു 1.5 പ്ലാനിങ്ങും ഒരു 1.5 ചർച്ച നടന്നിട്ട് ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് തലവേനക്കുണ്ട്, നല്ല തലവേന, എന്താണെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ എവിടേക്കാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഊട്ടിക്കാട്. ഇത് കാണുന്ന ചില കമ്പനിക്കാരുടെ ചീത്ത പറഞ്ഞിട്ട് എനിക്ക് എന്ന് യൂട്ടി പോക്കാനുള്ള പരിപാടി വേറെ എടുക്കാമെന്ന് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ഫാമിലി ആയിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാം പ്ലാനിട്ടുള്ളത് ഊട്ടിക്കാണ്. അപ്പോൾ നമ്മളെ മൂത്താപ്പാൻ്റെ വീട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകട്ടെ. രാവിലേക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്കും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ രാത്രിക്കത്തിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാനിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പോലെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഫുഡ് ഉണ്ടാക്കണൊക്കെ തിരക്കിലാണ്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഒരുപാട് പറയണമെന്ന് വിചാരിച്ചതാണ് ഈ ഇൻട്രൊഡക്ഷനിൽ. പക്ഷെ ഒക്കെ ഈ ക്യാമറ ഒക്കെ ഡൗൺ ആക്കുമ്പോൾ ഒക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഈ ട്രിപ്പ് പോണത്. എന്നുവെച്ചാൽ ഒരു 3-4 വർഷമായി നമ്മൾ ഈ പ്ലാനിങ് തുടങ്ങിയിട്ട്. അത് നടക്കാൻ പോണതിൻ്റെ സന്തോഷമാണ്. ഇത് സത്യം പറഞ്ഞാൽ 3-4 പ്രാവശ്യം നമ്മൾ ട്രിപ്പ് പോയി വന്ന പോലെയാണ്. കാരണം അത്രയ്ക്ക് എല്ലാ ദിവസവും രാത്രി ഇവിടെ ഒരു 10-15 ദിവസമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ചർച്ച നടത്തുക. ഇവിടെ ഇരുന്നിട്ട് ചർച്ചയായിരിക്കും, ഇവിടെ ചായയും കുടിക്കും, പിരിയും. ആദ്യം എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഫുൾ ഫുഡിൻ്റെ കൂടുതൽ ചർച്ച നടന്നിട്ടുള്ള ഫുഡിൻ്റെ കേട്ടോ. അപ്പോൾ ഒരൈറ്റം എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ പഴംപൊരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കുയ്യപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഫുൾ അലങ്കോലം വൈകിട്ട് നമ്മൾ അടുക്കള ഉണ്ടില്ലേ. ഇവിടെ കറിക്കുള്ളത് സെറ്റാക്കുന്നുണ്ട്. കുയ്യപ്പത്തിന് ചട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മൂത്താപ്പ റെഡി അല്ലേ? അടുക്കള പിടിക്കാം. അപ്പൊ ഞാൻ പോകുമ്പോ ഇവരൊക്കെ ഉറങ്ങിയെന്ന്. ഇപ്പൊ വിളിച്ചിരുത്തിക്കണ്ട. അവര് ഉറങ്ങണ്ട. അപ്പൊ അവർക്ക് ഉറങ്ങണ്ടേ, നാളെ രാവിലെ പോകണല്ലേ. 12:30 ആയിരിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോട്ടോ. 1 മണിക്കൂർ കിടന്നിറങ്ങിയിട്ട് തലവേനൊക്കെ ഒന്ന് മാറിയിട്ട് സെറ്റായിരിക്കണം. ഞാൻ നേരം വൈകിട്ട് ഇനി ഫുൾ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചാൽ നേരത്തെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ട്രിപ്പ് ഓൺ മൂഡ് ഓൺ ആയിരിക്കട്ടെ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ സെറ്റല്ലേ, നമുക്ക് അടിച്ച് പൊളിച്ച് തകർത്ത് വരട്ടാ. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ച എല്ലാവരും എല്ലാവരും റെഡി അല്ലേ? ഇത് ഡ്രസ്സല്ലടാ, അതിന്റെ കവറാണ്. ഇത് ചെരുപ്പൊക്കെ ഉണ്ടായില്ല. ഇതാരുടെ ബാക്കിൽ ആരാടത്? ടീഷർട്ട് എടുത്തുകളാ. സെറ്റല്ലേ? ഏതാ മൂട്? എല്ലാം പിന്നെ നെയ്ച്ചോറുള്ളത് ദമ്മിട്ട് ഫുൾ സാധനങ്ങളൊക്കെ സെറ്റ് ആയിക്കാൻ തോന്നില്ല. ശരിയാ? എന്താണ് ഊട്ടി അതായിട്ട് കാണാൻ വേണ്ടി പോവല്ലേ? സന്തോഷണ്ടാ? അല്ല പിന്നെ എന്താ കളിക്ക് ഡാൻസ് ഇപ്പൊ തന്നെ ഓൺ ആയിട്ടുണ്ടല്ലോ. കളിക്ക് ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാ, ലൈഫ് ആസ്വദിക്കാനുള്ള മുത്തേ. വണ്ടി കയറാണ് കത്തിക്കോ ഒന്നും ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല. വല്യപ്പ വരെ ഡാൻസ് കളിച്ചിരിക്കും. ആ ഒരുപാട് സാധനങ്ങൾ ഇടാൻ മറ്റു വന്നിട്ടുണ്ടോ. നാളിവിടെ തീരുമാനിച്ചിട്ട് ഏതായാലും പോവാ. എത്ര പൂര സാധനങ്ങളാണ്. ഫുള്ളോൺ വൈബ്. എവിടെക്കടാ വരണ്ട, ബാക്കിലുണ്ട്. എങ്ങനെ 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 എന്താണ്ടത്? ഇത് എന്ത് മോഡലാണ് ഇഷാമേ? ഇത് എന്ത് മോഡലാണ് ഇഷാമേ? കണ്ട ഫുൾ മോഡലാട്ടാ. മൂത്താപ്പ തണുപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. എല്ലാരും റെഡി അല്ലേ? എല്ലാരും റെഡി അല്ലേ? റെഡി അല്ലേ? മൂത്താപ്പ എന്താണ് ഡെഡിക്കേഷൻ കൊടുക്കണ ഇവർക്ക് എല്ലാവർക്കും? തണുപ്പിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം? തണുപ്പിനെ പറ്റിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാന്നുള്ളതാ. എങ്ങനെ ഉണ്ട് എന്നുള്ളതല്ലേ? കാണാൻ റെഡിയാണോ? റെഡി അല്ലേ? അമ്മ ഇതിന് മുന്നേ എവിടെയെങ്കിലും പോയിട്ടുണ്ട്? ട്രിപ്പ് പോയിട്ടുണ്ട്? എവിടെ പോയിട്ടില്ല? ഏതാ മൂട്? ഓക്കെ, സെറ്റ് സെറ്റ്. വെൽക്കം ചെയ്യട്ടെ. ആദ്യം വരുന്നതാരാണ്? സിപ്പാസ്. ഏതാ മൂട്? ഊട്ടി മൂട്. എന്താപ്പത് ഡ്രസ്സൊക്കെ ഇട്ടാര സുന്ദരനായിക്കണല്ലോ. ഏതപ്പത്
തണുപ്പിനുള്ളതാ? നമ്മളെവിടുക്കാ പോണത്? കുട്ടിക്ക വരാൻ വേണ്ടി പോണാരെന്നറിയാം. നമ്മുടെ സ്വന്തം ഇസാം അല്ലെ, ഇസാമിന് പകരം സിഫാദ വന്നത്. എവിടെ ഇസാം വിടുവാ? മൂത്തമ്മ വന്നിരിക്കുന്നു. ഷെമീമത തന്നെ നമ്മളെ എവിടേക്കൊക്കെ പോയി എന്നാണ് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയില്ലാതെ ഷെമീമത പല സ്ഥലത്തും പോയിട്ടുണ്ടെന്നാണ് ഷിഫാദിനോട് പറയുന്നത്. എവിടേക്കാണ് പോയിട്ടുള്ളത് ഷെമീമത? മീനം പക്കം തമിഴ്നാട്ടിലിருக்கு. അന്ത പക്കത്തിലിருக்கு. എവിടെ? കോളം പക്കം, അണ്ണാ നഗർ, മെറീന ബീച്ച്. ഓ ഞാൻ എവിടെ പോയിട്ടില്ല. അതിപ്പോ നമ്മളെ ശശി കൂടുതൽ എടുക്കണ്ടല്ലേ വീടിന്? കൂടുതൽ പോയതാരാ? ഷെമീമത. കോവളം ബീച്ച് എന്ന് പറയുന്നത് ഒരിക്കലും അത്രയും സാധനം കഴിക്കാണ്ടിട്ടാ. ഇതെന്താ സാധനം? ഇതെന്താ സാധനങ്ങളൊക്കെ? ഇതിന് പഴംപൊരി, ഉഴുന്നുവട, അങ്ങനത്തെ സാധനങ്ങളാട്ടാ. ഓ പ്ലേറ്റ് സെറ്റ്. നാരക. പിന്നെ അതുപോലെ തന്നെ ഇത് പൊറാട്ട ഇരിക്കണത്. ഇത് മൊത്തം സുമിന്റെ ചായയാണ് ഇരിക്കണത്. പിന്നെ ഇത് ഇതെന്താ കറി? ഇതെന്തോ ഒരു കറി, ചെമ്മീൻ കറി. ഇത് മീൻ കറി അല്ല, മാന്തൽ കറി. ഭയങ്കര ടേസ്റ്റാ. മൂത്തമ്മാന്റെ മാന്തൽ കറി ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ആണെങ്കിൽ കഴിക്കണം റെസിപ്പി നമ്മൾ പറഞ്ഞിരുന്നായിരിക്കും. മുത്തമ്മ റെഡിയല്ലേ? ഈ പത്തിരി അപ്പൊ നമ്മൾ തിന്നാൻ മാത്രമാണ് പോണത്. ഇത് ചപ്പാത്തി. ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. ഇവിടെ കം ഇവിടെ വേറെ എന്തോ സാധനം ഉണ്ട് കേട്ടാ. ശരിയാത്ത ഏതാ മൂട്? ഇത് നെയ്ച്ചോറ് സെറ്റ്. നെയ്ച്ചോറ്. ഇത് ചിക്കൻ കറിയാണ് ഇരിക്കണത്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. എത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ വണ്ടി എന്നിട്ട് കാണാൻ. ശരിയാത്ത ഏതാ മൂട്? ഓക്കെ. സൗണ്ട് ഇല്ലല്ലോ. ഫൈനൽ ചർച്ചയ്ക്ക് ഇവിടെ എല്ലാരും റെഡി ആയിരിക്കുന്നു. ഇത് ഫൈനൽ ചർച്ച കേട്ടോ. ചർച്ചക്ക് എല്ലാരും റെഡി ആയിക്കുന്നു. സാബിർത്താത്തയും ഫാമിലി ആയിരിക്കാം. ബാക്കി എല്ലാരും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഇത് ഫൈനൽ ചർച്ച കേട്ടോ. ഫൈനൽ ചർച്ച. അതൊരു ചർച്ചകൾ തീർന്നു. ഇവിടെ മൂത്താപ്പ മൂത്താപ്പ നമ്മള് ഫുൾ ടീം ഇവിടെ ഇരിക്കണം. ഞാൻ ഉദ്ദേശിച്ചതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരുന്നപ്പോ എന്താ കട്ട് ചർച്ചക്ക് ഇരിക്കണ പോലെ ഇരിക്കണത്. ടീമാട്ടാ വന്നുകൊണ്ടിരിക്കണത്. ദാസാ ഫുള്ള് ഫ്രീക്കിലല്ലേ? അതാണ് ദാസേ. അതാ പോട്. ഷെഹലത വരുന്നത്. ഷെഹലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം വരെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്. റെഡിയല്ലേ? സെറ്റല്ലേ? ഫുൾ ഓൺ ആണല്ലേ ഷെഹൽ? സെറ്റല്ലേ? ഫുൾ ഓൺ പവർ. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോട്ടെ. ഏകദേശം എല്ലാം റെഡി ആയിരിക്കും. ഞങ്ങൾ കുറെ നേരം എല്ലാവരും ഇരുന്ന് ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ഞങ്ങളിപ്പോ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സാബിർ താത്ത പവർ ആക്കണടാ. ഫുൾ വൈബാക്കണം. സാധ്യമാക്കണ്ടല്ലോ. ഫുള്ള് സെറ്റാട്ടാ അല്ലടാ. ഇപ്പൊ ഫുള്ള് സെറ്റാണ്. പക്ഷെ മക്കളിട്ട് വരാത്തൊരു പണിയുണ്ട്. സമയം 1:42 കാണിച്ചു കൊടുത്താ. സമയം കാണിച്ചു കൊടുത്താ. സമയം 1:42 ഇട്ടാ. ഞങ്ങളിങ്ങനെ മെല്ലെ നമ്മളെ അവിടെ ആയിട്ട് വണ്ടി വന്നിട്ട് നടന്നു പോവാണ്. ഞാനുണ്ട്, ശൈലുണ്ട് കൂടെ. മൂത്താപ്പാൻ്റെ മോൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും പോട്ടെ. ചെക്കന്മാരെല്ലാവരും പോയിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ പോയിക്കണം. ഇതൊരു ഓർമ്മകളായിരിക്കും. പിന്നീട് ഇങ്ങനെ ഇത് കാണുമ്പോൾ നല്ല ഓർമ്മകളായിരിക്കും. എന്താ പറയാനുള്ളത് ഈ അവസരത്തിൽ? നമ്മളെ ട്രിപ്പ് വിജയിച്ചില്ലേ? സെറ്റ്. അതാണ് കറക്റ്റ് ടൈമിങ് ഇറങ്ങി. മണിക്കൂർ ചർച്ച, ഫുള്ള് ചർച്ച. വേറെ തന്നെ വിജയിച്ച് നാട് പോയിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ചർച്ച അടിപൊളിയായിരുന്നു. എടുത്ത് പറയണ്ടേ. ചർച്ച ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ ചർച്ച ചെയ്തിട്ട് നമ്മൾ ഷെഹലിനെ കൊടുത്തത്. അങ്ങനെ ഓരോരുത്തരാണ് ഇതിക്ക് നമ്മൾ കൊണ്ടുവന്നത്. അടുത്ത ആഴ്ച അല്ലേ, അടുത്ത 2 ദിവസം കൂടെ ഗൾഫ് പോകാനട്ടാ. ടൂർ പോയി വന്ന ശേഷം ഗൾഫിക്ക് പറഞ്ഞേക്കാളാണ്. നമ്മളെ വണ്ടി അടക്കല്ല ഓർമ്മയോട് കൂടി വെക്കുന്ന വണ്ടി ഫുള്ള് സെറ്റാ. ഏതാണ് ഇപ്പൊ ഇതിൽ ഡ്രൈവർ? ഇതാണ് ഡ്രൈവർ. വണ്ടിയിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ട. മൂത്താപ്പത്തെ കയറുന്നു. അവിടെ എല്ലാരും അടുത്താളി കയറി. ഡ്രൈവർ തിരിഞ്ഞൊരായി കാണിച്ചു കൊടുത്ത
ായിട്ടുള്ള ഇപ്പൊ നമ്മളെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. മുത്തപ്പ ശരിയല്ല, എല്ലാരും സെറ്റല്ല സെറ്റ് ഞാൻ ചോദിച്ചോണ്ടിരിക്കണത് അല്ലേ. എന്തായാലും നമ്മളെ ട്രിപ്പ് ജയിച്ചില്ലേ. അങ്ങനെ ചർച്ച ചെയ്ത് ലാസ്റ്റ് ഊട്ടി. വെൽക്കം ടു ഊട്ടി. നൈസ് മീറ്റ്. അതെ ഞങ്ങൾ മുത്തപ്പ അമ്മായി എല്ലാരും സെറ്റല്ലേ. ശരിയാ, എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട്? സൂപ്പർ. എല്ലാരും ഇങ്ങനെ ഉറങ്ങാനുള്ള മൂടിലാട്ടോ. തണുപ്പിന്റെ ഡ്രസ്സൊക്കെ ഇപ്പൊ നിലമ്പൂര് നിർത്തിയിരിക്കുന്നു. എല്ലാവർക്കും മൂത്രയിക്കാം. പകുതി ആൾക്കാരൊക്കെ ഇറങ്ങിക്കണ്ട് കേട്ടോ. ഹായ്, നമ്മള് പഴംപൊരും ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ നിർത്തിക്കണ്ട. ആയി തണുപ്പ്, നല്ല നൈസ് തണുപ്പില്ലേ. സോ എല്ലാരും ഇങ്ങനെ ഇറങ്ങിട്ടാ. ഗൂഡല്ലൂര് കഴിഞ്ഞിക്കണ്. ഗൂഡല്ലൂർ തന്നെ കേറിയ പാട് നിർത്തിക്കേട്ടാ. ആ ചായ ക്ലാസ് ഉണ്ട്. ഇവരെല്ലാരും ഇറങ്ങി. പഴംപൊരി തിരിക്കണ്. നമ്മളെ സാധനങ്ങളൊക്കെ നട്ടിരിക്കണ നമ്മളെ മെയിൻ മാനേജറിനെ എടുത്തിറക്കണത്. തണുപ്പൊക്കെ മൂത്രയിക്കാനാ മുത്തപ്പ തണുപ്പിണ്ടാ. തണുപ്പ് ചായ എടുക്കാറില്ലേ? തണുപ്പില്ലേ? സെറ്റാണ്. ചായ ഒരു പഴംപൊരി ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഒരു പഴംപൊരി തിന്നണോ? ഒരു പഴംപൊരി തണുപ്പുണ്ട്. ഫ്രീക്കൊക്കെ എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? അപ്പൊ കൊറേ തണുപ്പത്തിട്ട് ഉറച്ചു കേട്ടാ. എല്ലാരും ചായ അടിച്ചോണ്ടിരിക്കാണ്. ശാല തണുപ്പുണ്ടാ? എങ്ങനെയുണ്ട് അമ്മായി? തണുപ്പുണ്ടാ? സെമിനി തണുപ്പുണ്ടാ? നസ്രി എങ്ങനെയുണ്ട്? ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാരും ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിക്കട്ടോ. അവിടെ വ്യൂ പോയിന്റിന്റെ അടുത്ത് ഇറക്കിക്കണ്. സബിർത്താത്ത ശരിയല്ലേ? രസല്ലേ? ഏയ് തണുപ്പ്, ഫുൾ തണുപ്പ്. കോട്ടിലെല്ലാരും ഇറക്കിയിരിക്കുന്നത്. ശൈലൂരല്ലേ? യെസ്, எல்லாரும் இங்க தடுப்புல கோட்டை கட்டுக்கிட்டா. இப்ப தாத்தா எப்படி இருக்குங்க? எங்க நல்லா இருக்குங்க? எப்படிடா எப்படி சொல்லுங்க? பரவாயில்ல. பரவே നമ്മളിപ്പോ ഉള്ളത് அந்த அம்மாவுக்கு ஒன்றும் பரவாயில்லை. பரவாயில்லை. ஷஹல் எப்படி இருக்குங்கடா? நல்லா இருக்கு. തണുപ്പ് இருக்குடா. നല്ല തണുപ്പ് தான். നമ്മള് ഫീഡൽ റോക്ക് തന്നെ വ്യൂ പോയിന്റിലോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് സുമിക്ക്? തണുപ്പുണ്ടാ? சூப்பரா இருக்குது. ரொம்ப பிரமாதமா இருக்கு. നമ്മളെ ഫുൾ ടീം ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടാ. മൂത്താവ് പണിക്ക് വന്ന പോലെ വന്നിട്ടുള്ളത്. പണിക്കാരൻ ദാസപ്പേ
എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തണുപ്പുണ്ടോ? എന്താണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നാല് അങ്ങനെ ശരിയില്ല, എല്ലാരും ഫോട്ടോ എടുക്കും. വണ്ടി നിർത്തിക്കാണ്. ഷാഹിദ തണുക്കണ്ടാ? അപ്പൊ നമ്മളൊരു നല്ല വ്യൂ ഉള്ള സ്ഥലത്താണ് ചായ അടിക്കാൻ നിർത്തിക്കണത്. കായ്സാണ് നമ്മള് ചായ അടിക്കാൻ വേണ്ടി പോവാണ്. പൊറാട്ട ഒരു പത്തിരി തോതിൽ എല്ലാരും ഇട്ട് കൊടുക്കും. എല്ലാരും ബൊഫ പോലെ വന്നാണ്, ബൊഫ പോലെ വരും, ബൊഫ പോലെ വരും. എല്ലാരും വരുന്നാണ് എല്ലാരും വരിക്ക്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചായ അടിച്ചോണ്ടിരിക്കട്ടാ. അപ്പൊ ഗായ്സ്, അപ്പൊ എല്ലാരും ഇങ്ങനെ ചായ അടിച്ചോണ്ടിരിക്കാണ്. എങ്ങനെയുണ്ട് പൊറോട്ടയും കറി? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? മൂത്താപ്പ കഴിച്ചാ? മൂത്താപ്പ മാത്രം കിട്ടിയിട്ടാ. സഫർദത്ത് എങ്ങനെയുണ്ട്? ആ തണുപ്പ് എങ്ങനെയുണ്ട്? സോറി, പൊറോട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? വടി പോലെ നിക്കുന്നു. അനക്കെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ. ഇതാരണ്ടാ ഗായ്സ്? അപ്പൊ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ നമ്മൾ തിരിച്ചു വണ്ടിക്ക് തന്നെ കയറാൻ വേണ്ടി പോണ്. പൈസ എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട് പൈസ? അയാള് പറയണ് ഇന്ന് ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ ദിവസം ഇന്നായിരുന്നു പറഞ്ഞിട്ട്. നാളെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വെയിലൊക്കെ വന്നിക്കണ്. നമ്മളെ പൈസ കൂടുതൽ കമ്പനി ആയിട്ടാ. എല്ലാരും ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നു. ശേല സെറ്റല്ലേ? ഇവർ ഞങ്ങൾ കൊറേ നേരിട്ട് ഇത് കൊരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇഷ്ടപ്പെട്ടെ? കൊരങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ വന്ന് കൊണ്ടുപോയാലോ? എടുത്തോളി. ഓക്കെ, നിങ്ങൾ തൽക്കാലം വരെ നമുക്ക് പോകണ്ടേ? അപ്പൊ ഞാൻ അടുത്ത സ്പോട്ട് നമ്മള് ടീ ഫാക്ടറി ആയിട്ടാ പോണത്. ടീ ഫാക്ടറി പോയതിന് ശേഷം ഇവരിവിടെ പ്രണയത്തിന്റെ സിമ്പിൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ? ചൂട് നമ്മള് മുന്നിരിക്ക. അതാ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് കയറട്ടാ. ഇനി നമ്മൾ നേരെ ടീ ഫാക്ടറി പോകും. പിന്നെ അതിന് ശേഷം കർണാടക പോകുന്നതൊക്കെ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്താന്ന് നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാരും സെറ്റല്ലേ? സെറ്റല്ലേ? ഒന്നും കൂടെ ഉറക്കം പറയേ. സെറ്റേ എങ്ങനെയുണ്ട്? ഊട്ടിക്ക് വരുമോ? ഒരാൾ പറയണേ ഊട്ടി മാറ്റിട്ട് വയനാടാക്കിയാ മതി. റിസാർട്ട് തണുപ്പട്ടാ. എന്താണ് അവസ്ഥ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വരികയാണെങ്കിൽ ഇന്ന് വരണോ? ഒന്നൊന്നര തണുപ്പാട്ടാ. എന്തായാലും ഞാൻ പോയിരിക്കട്ടെ. ഞാൻ എന്റെ ഫോണ് സുറ. അപ്പൊ നമ്മളെ ചെക്കൻ ഡ്രസ്സൊക്കെ മാറി. ഇതിലെ പ്രണയ ജോഡികൾ ഇവരുണ്ട് തമ്മിലട്ടാ. ഇവരിപ്പോഴും പ്രണയിച്ചോണ്ടേ ഇരിക്കാണ്. മൂത്താപ്പാക്ക് തണുപ്പൊക്കെ ഇട്ടാ? അനക്കടുപ്പിട്ടാ? എങ്ങനെയുണ്ട്? ടീ ഫാക്ടറി കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ കൈമിലൊരു വാച്ച് കെട്ടൽ നിർബന്ധമാണ്. അപ്പൊ എല്ലാരും കെട്ടിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ എന്തായാലും നമ്മള് കയറട്ടെ. കെട്ടി അമ്മായി കെട്ടി. ഫാക്ടറി കയറാൻ വേണ്ടി പോവട്ടാ. അപ്പൊ ഇതെല്ലാരും ഇങ്ങനെ വന്ന് സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി. എടാ തണുപ്പ് ഇങ്ങനെ കുറവുണ്ടാ മുത്തമ്മ? എങ്ങനെയുണ്ട്? പാർക്കും വല്ലതോ? പാർക്കില്ല. தமிழ் கொஞ்சம் ஓகே. Welcome to Benchmark Chocolate Factory, where our journey begins in the lush cocoa farms. In this chocolate selection of premium quality beans, after harvesting, the beans undergo fermentation and drying, essential processes that family photo recommend photo. എല്ലാരും കൂടി ചോറ് കട്ടുപിടിക്കാം. എല്ലാരും ഇങ്ങനെ ചായ അടിച്ചോണ്ടിരിക്കട്ടാ. ടീ ഫാക്ടറിയിൽ ചായ ഇട്ടിട്ടുണ്ട്. സെറ്റല്ല? ചായ എങ്ങനെയുണ്ട്? ണ്ടിരിക്കണത് നമ്മള് ഫോട്ടോ എടുക്കൽ ചടങ്ങാട്ടോ അപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. നമ്മളിപ്പോ കർണാടക ഗാർഡനിലോട്ട് വന്നിട്ടുള്ളത്. എന്ത് ഗാർഡനാ? കർണാടക ഗാർഡൻ. സോ നമ്മളിങ്ങനെ അതാ എൻട്രൻസ് തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളത്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണം. നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാം മുഴുവനായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. നട്ടുച്ചക്കനാണ് വന്നത്. വൈബ് ആസ്വദിക്കാൻ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. കാരണം അത്യാവശ്യത്തിലേറെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവാ. പൂവേ ഒരു മണമുത്തം പാടി കൊടുക്ക ബാക്കി പാട്ട് പാടാറ്. നമ്മുടെ മുഴുവൻ ടീം എവിടെ ലവ് എവിടെ ഇഷാമ ഇടുന്നു. കൊടറ്റ് നിക്കണ്. വരി എന്താണ്? കായ് മുതലായ കിടന്നോളി. എല്ലാരും കിടന്നോളി. വെയിലുണ്ടോടി.
ഒരു 10 മിനിറ്റ് വെയിലുള്ള അവസരമാണ് നിന്നുള്ളത്. ഇവിടെ കൂടിയിട്ട് പാലത്തിമ്പ് കയറിയിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങളിപ്പോൾ എല്ലാവരും പാലത്തിമ്പിലാണ്. എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട് കേട്ടാ. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇപ്പൊ പേടിയില്ല. വേണ്ടി പോട്ടെ. റീൽസ് ഏതാ പാട്ട്? അയ്യോ റിസർച്ചല്ല, റീൽസ് സെറ്റ് ആക്കണം. നമുക്ക് റീൽസ് സെറ്റ് ആക്കി കൊടുക്കണം. ഷഹലുണ്ട് കളിക്കാൻ. പിന്നെ അപ്പോൾ തന്നെ നടുവിൽ വെള്ളം നിർത്തി കളിപ്പിച്ചാലോ? നടുന്ന് കളിക്കണം. ഫുഡും പരിപാടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പോട്ടെ. എന്റെ ഈ കണ്ണ് എന്തോ പറ്റിയിരുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റ് കാണാൻ പോട്ടാ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലമായ ഷൂട്ടിംഗ് പോയിന്റ് കാണാൻ വേണ്ടി പോട്ടാ. ഹലോ, നമ്മള് വേറെ ഡ്രസ്സൊക്കെ മാറിയിരിക്കണ്. ഇവരൊക്കെ ഡ്രസ് തന്നെയാണ്. ഇവരൊക്കെ ഡ്രസ് തന്നെയാണ്. കുറച്ച് ആളുകൾ മാത്രമേ ഇറങ്ങുള്ളൂ കേട്ടാ. മൂത്താപ്പ എല്ലാം കൊണ്ട് സെറ്റാണ്. പിന്നെ ഇവർക്ക് എവിടേക്കും പോകും വേണ്ട, എവിടെ ഇറങ്ങും വേണ്ട. ഇവർക്ക് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ എല്ലായിടത്തും പോകാനും വരാനും ഒക്കെ റെഡിയാണ്. എന്തായാലും പോയേക്കട്ടെ. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 4ോ 5ാമത്തെ പ്രാവശ്യത്തിന് വരുന്നത് കേട്ടോ. പക്ഷെ ഇവരെ കൂടുതലും വേറെ വൈബാണല്ലോ. അതുകൊണ്ട് നമ്മൾ വരുന്നത്. കുറച്ച് ആളുകൾ മാത്രമേ ഇറങ്ങുള്ളൂ കേട്ടോ. അതിൻ്റെ കാണാൻ വരുന്ന എല്ലാവരും ടീം ആണത്. ഈ ടീം കുറച്ച് സ്ലോയിൽ നടന്നുകൊണ്ടിരിക്കണത്. കുറേ ടീം അവിടെ എത്തിയിട്ടപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കണ്. അപ്പോൾ ഇനി ഇതും കൂടെ കാണുക. പിന്നെ നീഡൽ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലേ, അങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലോ. അതും കൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുന്നതായിരിക്കും. തിരിച്ചിട്ടാ ഇതാണ് നമ്മൾ വന്ന വണ്ടി കാണിക്കാത്തവർക്ക് വണ്ടി കാണിച്ചു തന്നിരിക്കുന്നു. നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ആ സ്ഥലം കൂടെ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. അതാണ് പ്ലാൻ അല്ലേ മുത്താപ്പ? അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് പോകാൻ നമ്മൾ പ്ലാനിട്ടുള്ളത്. ഇതാണ് ഉക്കാലിസ് മരങ്ങൾ കേട്ടോ. ഈ കാണുന്ന മൊത്തം ഉക്കാലിസ് മരങ്ങളാണ്. ഇതുകൊണ്ടാണ് നമ്മൾ തൈലം ഉണ്ടാക്കുന്നത്, ഉക്കാലിസ് തൈലം. റബ്ബേ വരുന്നത് നോക്കി. ഇതാണ് നമ്മളെ ഫ്രീക്ക് കേട്ടോ. ഈ വരുന്നതാണ് നമ്മളെ ഫ്രീക്ക്. മജ്ജ ഫ്രീക്ക്. ഇതൊക്കെ നോർമൽ ഫ്രീക്കന്മാർ. നമ്മൾ ടീമുകൾ മൊത്തം ഇരിക്കുന്നു കേട്ടോ ഇവിടെ. വ്യൂ ഉണ്ട്, അടിപൊളി വ്യൂ ആണ്. ശാൽ സൂപ്പർ അല്ലേ? നമ്മളെ വീട്ടിലേക്കുള്ള യാത്ര കേട്ടോ. നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഊട്ടി ബിസ്ക്കറ്റ്. എന്താണ് ഊട്ടി ബിസ്ക്കറ്റ്? എന്നതിൻ്റെ പേരെന്താ? ഊട്ടി വർക്കീസ് എന്നാ പറഞ്ഞത്. അങ്ങനെ കേട്ട പരിപാടിയില്ല. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നല്ല ഓർമ്മകൾ സമ്മാനിച്ച നമ്മളെ ട്രിപ്പ് ഇതവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ നമ്മളെ സ്വപ്നമായിരുന്നു നമ്മൾ ഫാമിലി ട്രിപ്പ് അടിക്കുക എന്നുള്ള കേട്ടോ. നമ്മളെ ഈ ട്രാവൽസിനാണ് വെച്ചാൽ KK ബ്രദേഴ്സ്. എന്തായാലും ഇൻഷാല്ലാ തീർന്നിരിക്കുന്നു. നല്ല ഡ്രൈവർ എന്നില്ല, നല്ല അടിപൊളി ഡ്രൈവിംഗ് കേട്ടോ. എൻ്റെ കമ്പനിക്കാരൻ എൻ്റെ കൂടെ പഠിച്ചാട്ടാ നിൽക്കണം. അപ്പോൾ ബൈ ഗായ്സ്. അടിപൊളിയായി. നമ്മൾ എൻജോയ് ചെയ്തില്ലേ വിചാരിക്കണം.